KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് തുടർന്നേക്കുമെന്നുള്ള വാർത്തയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കില്ല. ഹൈക്കമാൻഡുമായി സണ്ണി ജോസഫ് ചർച്ച നടത്തിയിട്ടുമുണ്ട്. അലക്സ് റാം മുഹമ്മദ് തുടരുന്നു. അലക്സ്, പിന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് KPCC നയിക്കാൻ കഴിയും, പേരാവൂരിൽ മത്സരിക്കാനാണെങ്കിൽ പേരാവൂരിൽ മത്സരിക്കാനും കഴിയും, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് സണ്ണി ജോസഫിന് ഉറപ്പുണ്ടോ? ആ ഉറപ്പ് ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ടോ? ഹാഷ്മി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും KPCC അധ്യക്ഷന് ആത്മവിശ്വാസവും ഉറപ്പുണ്ടെന്നാണ് അദ്ദേഹം ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകിയ ഉറപ്പിൽ പറയുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA തന്നെ പേരാവൂരിൽ താൻ മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് പേരാവൂർ പരിഗണിക്കുന്നത്. താനും അദ്ദേഹം മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ പകരം ആര് KPCC നയിക്കും, അതായത് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബെന്നി ബെഹനാന്റെ പേര് താൽക്കാലിക KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതും പരിഗണിക്കപ്പെട്ടതുമാണ്. അതിനിടെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 2 ദിവസമായി ഡൽഹിയിൽ നേതാക്കളുമായി ചർച്ചയിൽ തുടരുന്നത്. ചർച്ചയിൽ ഈ വിഷയം ഉയർന്നു വന്നു എന്നുള്ളതാണ് അറിയുന്നത്. അദ്ദേഹം നേതാക്കൾക്ക് നൽകിയ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല എന്ന അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് അറിയുന്ന വിവരം. മറ്റൊരു ധാരണ ഉരുത്തിരിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ തത്തുല്യ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്ന വേളയിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയാം എന്ന ധാരണയിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരുന്ന ഘട്ടത്തിലൊക്കെ ഇത്തരമൊരു ഫോർമുല പരീക്ഷിച്ചിട്ടുണ്ട്. അതിനാലാണ് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തുന്നത്. KPCC അധ്യക്ഷനെ ഈ സമയത്ത് മാറ്റുന്നത് ഉചിതമല്ല എന്നുകൂടി ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. തൽക്കാലം അദ്ദേഹത്തിന് മാറ്റമില്ല. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പേരാവൂരിൽ മത്സരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പച്ചക്കൊടി ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചതായുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.